നാടകീയ സംഭവങ്ങൾ തുടരുകയാണ് കേരള സർവകലാശാലയിൽ. അല്പസമയത്തിനകം കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാറോട് VC വിശദീകരണം ചോദിച്ചത്. പക്ഷേ ജോയിന്റ് രജിസ്ട്രാർ ഇതുവരെ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന കാര്യം വിശദീകരിക്കുവാനാണ്. അതുമാത്രമല്ല, വൈസ് ചാൻസലർ ഇല്ലാത്ത സമയത്ത് ജോയിന്റ് രജിസ്ട്രാർ ആ യോഗത്തിൽ പങ്കെടുത്തതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ഏറ്റവും ഒടുവിൽ VCയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ. സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗമായ സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മുരളീധരൻ, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരില്ലേ കോടതിയിൽ? കോടതിയിൽ ഇന്ന് കേസെടുക്കാനിരിക്കുന്ന സമയത്ത് പെറ്റീഷണറായിട്ടുള്ള രജിസ്ട്രാർ റെസ്പോണ്ടന്റ് ആക്കിയിട്ടുള്ളത് 1 സർവകലാശാല വൈസ് ചാൻസലർ, 2 രജിസ്ട്രാർ ഇൻചാർജ്, 3 സിൻഡിക്കേറ്റ്. അപ്പൊ സ്വാഭാവികമായി ഇന്നത്തെ കേസ് അവിടെ എടുക്കുമ്പോൾ ഈ സർവകലാശാല എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നതാണല്ലോ ഇന്ന് കോടതി പറയേണ്ടത്. അതിന് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് VC സിൻഡിക്കേറ്റിന്റെ അധികാരം എടുത്ത് ഉപയോഗിച്ചത് തെറ്റാണ് എന്ന് കാണുകയും ആ സസ്പെൻഷൻ റദ്ദു ചെയ്യുകയും അത് കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അല്ല, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ വൈസ് ചാൻസലർക്ക് അങ്ങനെ ഒരു അധികാരമില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ രജിസ്ട്രാർ ഹർജി നൽകിയത്. ആ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ആ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യാം. പക്ഷെ അതിനിടെ കോടതി അതിലൊരു തീരുമാനം എടുക്കാൻ പോകുന്ന സമയത്ത് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസിൽ പെറ്റീഷണർ തന്റെ നിയമവിരുദ്ധമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയോട്. ആണല്ലോ. അതിനുവേണ്ടി അദ്ദേഹം പ്രതിയാക്കിയിരിക്കുന്നത് രജിസ്ട്രാർ ഇൻചാർജ്, വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്. അതാണല്ലോ. അപ്പൊ ഇന്ന് കേരള സർവകലാശാല അവിടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നല്ലേ പറയണ്ടേ? അപ്പൊ സിൻഡിക്കേറ്റിന്റെ അധികാരം തെറ്റായി ഉപയോഗിച്ച് ഒരു നിയമവിരുദ്ധ സസ്പെൻഷൻ നടപടി നടത്തിയിട്ടുള്ള വൈസ് ചാൻസലറുടെ ഈ നടപടി തെറ്റാണ് എന്ന് സിൻഡിക്കേറ്റ് കണ്ടെത്തി. അത് സിൻഡിക്കേറ്റ് തിരുത്തി. അത് ശരിയാണ്, അത് നടന്നു. പക്ഷേ ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ കോടതിയോടുള്ള ഒരു വെല്ലുവിളി പോലും ആകുമല്ലോ. കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കാണരുത് അതിനെ. ഇവിടെ എന്താ പെറ്റീഷണർ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നീതി കിട്ടിയില്ല, നിയമവിരുദ്ധമായി ആക്ടും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. എന്റെ നിയമന അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ് എനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ റൈറ്റ് ഉള്ളത്, ആക്ട് അനുസരിച്ച്, സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച്. അങ്ങനെ കോടതിയുടെ മുമ്പിൽ നീതി തേടി പോയിരിക്കുകയാണ് പെറ്റീഷണർ. അപ്പോ പെറ്റീഷണർക്കെതിരായി ഒരു തീരുമാനവും സർവകലാശാല എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ സബ്ജുഡീസ് ആവുന്നത്? ഞാൻ പറയട്ടെ, അല്ല അങ്ങനെയാണെങ്കിൽ നീതി തേടി ഇപ്പോൾ അനിൽകുമാർ കോടതിയിൽ പോയിട്ടില്ല എങ്കിൽ അത് ശരിയായിരുന്നു. കാരണം സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുക്കുന്നു. ഇവിടെ നീതി തേടി അദ്ദേഹം കോടതിയെ സമീപിച്ച സമയത്ത് അദ്ദേഹത്തിന് സിൻഡിക്കേറ്റ് നീതി ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോടതിയെ നിങ്ങൾ വളരെ ലളിതമാണിത്. നിങ്ങൾ വ്യക്തമായി കോടതിയുടെ പരിഗണനയിൽ വരട്ടെ. അപ്പോൾ കോടതി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇത് കേൾക്ക്. ഞാനൊരു നീതിക്ക് വേണ്ടി കോടതിയുടെ മുമ്പിൽ പോകുന്നു. ഞാൻ ഇന്നാരൊക്കെ പ്രതിയാക്കുന്നു. അതിൽ എനിക്ക് നീതി നിഷേധിച്ച ആ ബോഡി തന്നെ എനിക്ക് എനിക്ക് നീതി നടപ്പിലാക്കിയെന്ന് പറയാം. പിന്നെ കോടതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോടതിയെ ബഹുമാനിക്കാത്ത കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടോ സിൻഡിക്കേറ്റ്? ഇല്ല, എല്ലാം നിയമപരമായി നടത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമെന്നാണ്. അതായത് ഇനിയിപ്പോൾ രജിസ്ട്രാർക്ക് പറയേണ്ടി വരുമല്ലോ ഞാൻ സസ്പെൻഷനിലല്ല എന്ന്. ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ലെജിസ്ലേച്ചർ ഉണ്ട്. ആ ലെജിസ്ലേച്ചർ നിർമ്മിച്ച ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചിട്ടാണ് സിൻഡിക്കേറ്റ് ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം. ആ നിലയ്ക്ക് ഈ ആക്ടും സ്റ്റാറ്റ്യൂട്ടും നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം കോടതി അതേ അർത്ഥത്തിൽ തന്നെ കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.